പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതിയതായിട്ട് ലഭിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് നാളെ 29/8/2024 വരെയാണ്. അതിനുശേഷം നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം 31/8/2024 തേർഡ് അലോട്ട്മെൻറ്റ് വരേണ്ടത്. തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് കോളേജ് ജോയിനിങ്. അടുത്ത മാസം സെപ്റ്റംബർ 6 വരെയായിരിക്കും നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം കോളേജ് ജോയിനിങ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോളേജ് ജോയിനിങ് സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് നൽകേണ്ടത്, അതിൽ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ ഡോക്യുമെൻറ്റ് ഇതെല്ലാം എങ്ങനെയുണ്ടാക്കും, കൂടാതെ ഫീ ഡീറ്റെയിൽസ് ഇതെല്ലാം ഈ ഒരു ചെറിയ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൈവശം കരുതേണ്ട 3 ഡോക്യുമെൻറ്റ്സ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒന്ന്, അപ്ലൈ ചെയ്തതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. കൂടാതെ ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും, അതും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൈവശം കരുതേണ്ടതാണ്. ഇനി നിങ്ങളുടെ കൈവശം വേണ്ടത് നിങ്ങൾ അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എത്ര പഴയത് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസം മാത്രമാണ്. 6 മാസത്തിന് മുൻപ് ലഭിച്ചത് ആണ് എങ്കിൽ നിങ്ങൾ പുതിയതൊന്ന് ഉണ്ടാക്കേണ്ടതാണ്. അതിനേതെങ്കിലും ഗസറ്റഡ് ഓഫീസർമാരെ കണ്ടാൽ മതിയാകുന്നതാണ്. അതിൻ്റെ ഒരു ഫോം, അത്തരത്തിലുള്ള ഫോമുകൾ സാധാരണ ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. സാധാരണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള ടീച്ചേഴ്സൊക്കെ ഗസറ്റഡ് ഓഫീസർമാരാണ്. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നേറ്റിവിറ്റിയും തെളിയിക്കാൻ വേണ്ടിയുള്ള രേഖയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും. അതുതന്നെ മതിയാകും നേറ്റിവിറ്റി, നിങ്ങൾ കേരളീയൻ ആണ് എന്ന് തെളിയിക്കാനും. അതില്ല എങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അക്ഷയ സെൻറ്ററുകളിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതും മതിയാകുന്നതാണ്. പിന്നെ +2 മാർക്ക് ലിസ്റ്റാണ് വേണ്ടത്. അതിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും കൈവശം കരുതുക. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനലും കോപ്പിയും കൈവശം കരുതുക. ഇനി അഡ്മിഷനായിട്ട് പോകുമ്പോൾ എല്ലാവരും കൈവശം കരുതേണ്ട, എല്ലാവരും ഉണ്ടാക്കേണ്ട ഒന്നാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇത് പ്രോസ്പെക്ടസിൻ്റെ 71ാമത്തെ പേജിലുണ്ട്. ആ ഒരു പേജ് പ്രിൻ്റ് എടുത്ത ശേഷം ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ്, അതായത് സാധാരണ ഹെൽത്ത് സെൻറ്ററുകൾ, മെഡിക്കൽ കോളേജുകൾ, അവിടെയൊക്കെ സ്ഥിരമായിട്ട് അത് പെർമനൻറ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാർ, MBBS കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ കണ്ട് അത് ഫിൽ ചെയ്ത് വാങ്ങിക്കുക. ഡോക്ടറുടെ പേരും ഡെസിഗ്നേഷനും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ വിഷൻ എന്നിവ അതിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇത് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കൈവശം അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാകുന്നത് ഉചിതമായിരിക്കും. അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടെങ്കിലും നിങ്ങൾ കൈവശം കരുതുക. കൂടാതെ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റും കൈവശം കരുതുന്നത് നല്ലതാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു രേഖ ആവശ്യമുണ്ട്. വിവിധ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു നിയമമാണ്. അതിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, പല കോളേജുകളിലും ഇങ്ങനെ വാക്സിനേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ആ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെടുക. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് വാക്സിനേഷൻ എടുക്കുകയാണ് എങ്കിൽ അവിടെ ചെയ്യുന്ന ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫോമിൽ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു രേഖ നിങ്ങൾ കൈവശം കരുതിയാൽ മതിയാകുന്നതാണ്. ഇനി മറ്റൊന്ന് ആൻറ്റി റാഗിംഗ് അണ്ടർടേക്കിംഗ് ആണ്. ഇത് നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ 73ാമത്തെ പേജിലുണ്ട്. ആ ഒരു പേജ് പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ നിങ്ങളും നിങ്ങളുടെ പാരൻസും സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അഡ്മിഷൻ സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് നൽകിയാൽ മതിയാക്കുന്നതാണ്. ഇനി ഏതെങ്കിലും റിസർവേഷൻ പ്രകാരമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് നിങ്ങൾ കൈവശം കരുതേണ്ടതാണ്. ജനറൽ വിഭാഗത്തിന് EWS റിസർവേഷൻ പ്രകാരമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൈവശം കരുതുക. അതിൻ്റെ ഒരു കോപ്പിയും കൈവശം കരുതുന്നത് ഉചിതമായിരിക്കും. അതുപോലെ തന്നെ OBC OEC വിഭാഗം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് അത് ആ ഒരു റിസർവേഷൻ പ്രകാരമാണ് എങ്കിൽ നിങ്ങളുടെ കൈവശം NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങൾ കൈവശം കരുതുക.
ഇനി SC/ST വിഭാഗം വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് കൈവശം കരുതേണ്ടത്. ഇനി ഈ പറഞ്ഞ വിഭാഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഫീ കൺസെഷനോ മറ്റോ അതിനൊക്കെ അർഹതയുള്ള വിഭാഗങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ കൈവശം വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ കാലാവധി 1 വർഷമാണ്. ഇനി ഫീ പേയ്മെൻറ്റ് ഗവൺമെൻറ് കോളേജിലാണ് ലഭിച്ചത് എങ്കിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് ഒരു 20,000 മുതൽ 23,000 രൂപ വരെ ഫീസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. എന്നാൽ കോളേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ ചെറിയൊരു PTA ഫണ്ടൊക്കെ നൽകേണ്ടി വരുന്നതാണ്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിച്ചത് എങ്കിൽ BSc നഴ്സിംഗിന് 96,325 രൂപയാണ് ആദ്യ വർഷത്തേക്ക് വരുന്നത്. അതിൽ 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് നൽകിയിട്ടുണ്ടാകും. ബാക്കി തുക പൂർണ്ണമായും നിങ്ങൾ കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. സാധാരണ അതിന് ഇൻസ്റ്റാൾമെൻറ്റുകൾ അനുവദിക്കാറില്ല. ഇനി ഗവൺമെൻറ് കോളേജിൽ ലഭിച്ചാലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ചാലും 1000 രൂപ മാത്രം ഫീസ് വരുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവർ അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ ആ ഒരു തുക ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. അവർക്ക് ആ ഒരു തുക മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്. SC/ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, ഇവർക്കെല്ലാമാണ് 1000 രൂപ മാത്രം ഫീസ് വരുന്നത്. പിന്നെ മിക്കവാറും എല്ലാ സെൽഫ് ഫിനാൻസ് കോളേജിലും അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാവരും ചെറിയ തുക PTA ഫണ്ടിലേക്കും നൽകേണ്ടി വരുന്നതാണ്. ഇതുകൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജായാലും ഗവൺമെൻറ് കോളേജിലായാലും ഹോസ്റ്റലായിട്ടും അതുപോലെ ബുക്സ്, യൂണിഫോം ഇതിനെല്ലാം തുക നിങ്ങൾ വേറെ കണ്ടെത്തേണ്ടി വരുന്നതാണ്. എന്നാൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഡ്മിഷൻ ലഭിച്ച ശേഷം അങ്ങനെ അപ്ലൈ ചെയ്ത് സ്കോളർഷിപ്പിന് അർഹരാകുന്ന പക്ഷം നിങ്ങൾ അവിടെ നൽകിയിട്ടുള്ള ഫീസ് തിരികെ ലഭിക്കുന്നതായിരിക്കും. തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം വരുന്നതല്ല. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന നേരത്തെ പറഞ്ഞ 1000 രൂപ മാത്രം ഫീസ് വരുന്ന വിഭാഗങ്ങൾ ഒഴികെയുള്ള ആർക്കും ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുകൊണ്ട് അവരെല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഫീസ് തന്നെ നൽകേണ്ടി വരുന്നതാണ്. മുസ്ലിം OBC വിഭാഗം, ഹിന്ദു ഈഴവ വിഭാഗം, തീയ വിഭാഗം ഇവരെല്ലാവരും പൂർണ്ണമായിട്ടുള്ള ഫീസ് തന്നെ നൽകേണ്ടി വരുന്നതാണ്.